നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അന്താരാഷ്ട്ര വിലയുടെ ചുവട് പിടിച്ച് ഇന്ന് കേരളത്തിലും സ്വർണത്തിന് വില ഉയർന്നിരിക്കുകയാണ്. ഗ്രാമിന് 30 രൂപ ഉയർന്ന് 6615 രൂപയായി. പവന് വില 240 രൂപ കൂടി 52920 രൂപയിലും എത്തി. അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് ഉടൻ കുറയ്ക്കുമോ എന്നതിനെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിക്കാത്തത് ആഗോള സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടത്തിനിടയാക്കുന്നു. ഇന്നലെ 0.25% ഉയർന്ന് ഔൺസിന് 2316.27 സ്വർണം ക്ലോസ് ചെയ്തത്. ഇന്ന് രാവിലെ അല്പം താഴ്ന്ന് 2315.23 വ്യാപാരം തുടങ്ങിയ സ്വർണം നിലവിൽ 0.12% താഴ്ന്ന് 2313.45 18 കാരറ്റ് സ്വർണ്ണവിലയും ഇന്ന് ഗ്രാമിന് 20 രൂപ വർദ്ധിച്ച് 5500 രൂപയിലെത്തി. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ നിർമ്മിക്കാൻ കൂടുതലായി ഉപയോഗിക്കുന്നത് 18 കാരറ്റ് സ്വർണ്ണമാണ്. സ്വർണ്ണവില ഉയരുമ്പോൾ തൂക്കം കുറഞ്ഞ ആഭരണങ്ങൾക്ക് വിപണിയിൽ മികച്ച ഡിമാൻഡ് ഉണ്ടാകാറുണ്ട്. വെള്ളിവിലയിൽ ഇന്ന് മാറ്റമില്ല. ഗ്രാമിന് 95 രൂപയിൽ തുടരുന്നു. കേരളത്തിൽ കഴിഞ്ഞ മെയ് 20 രേഖപ്പെടുത്തിയ ഗ്രാമിന് 6890 രൂപയും പവന് 55120 രൂപയുമാണ് ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന സ്വർണ്ണവില. അമേരിക്കയിൽ നിന്നുള്ള പലിശ വാർത്തകളാണ് സ്വർണ്ണ വിപണിയെ പ്രധാനമായി ബാധിക്കുക. പലിശ നിരക്ക് കുറച്ചാൽ കടപ്പത്രങ്ങളിൽ നിന്നുള്ള നേട്ടം കുറയും. ഇത് സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് നിക്ഷേപകർ പണം മാറ്റാൻ ഇടയാക്കും. ഇത് സ്വർണ്ണവില ഉയർത്തും. അതേപോലെ വിവിധ കേന്ദ്ര ബാങ്കുകൾ സ്വർണത്തിന്റെ കരുതൽ ശേഖരം വർദ്ധിപ്പിക്കുന്നതും സ്വർണ്ണവില കൂട്ടാൻ ഇടയാക്കും. കഴിഞ്ഞ വെള്ളിയാഴ്ച ചൈനയുടെ കേന്ദ്ര ബാങ്ക് സ്വർണ്ണശേഖരം വർദ്ധിപ്പിക്കുന്നത് 18 മാസത്തിന് ശേഷം നിർത്തിവെച്ചത് സ്വർണ്ണവില വൻതോതിൽ കുറയാൻ ഇടയാക്കിയിരുന്നു. ഇതുകൂടാതെ യുദ്ധം പോലുള്ള മറ്റ് ഭൗമരാഷ്ട്രീയ പ്രശ്നങ്ങളും സ്വർണ്ണവിലയെ സ്വാധീനിക്കാറുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന ചിലയിനം സ്വർണ്ണാഭരണങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാരും രംഗത്തുണ്ട്. ഇതുവരെ നിയന്ത്രണങ്ങളൊന്നുമില്ലാതെ ഫ്രീ ആയി കൊണ്ടുവരാൻ കഴിയുമായിരുന്ന ഈ ആഭരണങ്ങൾ ഇനി മുതൽ നിയന്ത്രിത വിഭാഗത്തിലേക്ക് മാറ്റിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത്. പുതിയ നിർദ്ദേശപ്രകാരം മുത്തുകൾ, വജ്രം, വിലയേറിയതും അമൂല്യവുമായ കല്ലുകൾ എന്നിവ പതിപ്പിച്ച സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടുന്ന ചിലയിനം ആഭരണങ്ങളുടെ ഇറക്കുമതിക്ക് ഇനി മുതൽ സർക്കാരിന്റെ നിയന്ത്രണം ആവശ്യമാണ്. എന്നിരുന്നാലും ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് അതായത് DGFT ചൊവ്വാഴ്ച പുറപ്പെടുവിച്ച വിജ്ഞാപനം അനുസരിച്ച് ഇന്ത്യ UAE സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിന് കീഴിലുള്ള ഇറക്കുമതിക്ക് നിയന്ത്രണങ്ങൾ ബാധകമല്ല. സർക്കാർ കണക്കുകൾ പ്രകാരം 2023-24 കാലയളവിൽ ഇന്ത്യയുടെ സ്വർണ്ണ ഇറക്കുമതി 30% വർദ്ധിച്ച് $45.54 ബില്യൺ ആയിരുന്നു. ഈ വർഷം ഫെബ്രുവരിയിൽ മാത്രം ഇറക്കുമതി 133% വർദ്ധിച്ചുവെന്നാണ് കണക്ക്. ഇന്ത്യയുടെ സ്വർണ്ണ ഇറക്കുമതി 2023 ഫെബ്രുവരിയിലെ $2.63 ബില്യൺ അതായത് ഏകദേശം 21,728 കോടി രൂപ അപേക്ഷിച്ച് 2024 ഫെബ്രുവരിയിൽ വർദ്ധിച്ച് $6.15 ബില്യൺ ഉയർന്നിരുന്നു. ഇറക്കുമതിയിൽ നിന്ന് വർധനമുണ്ടായപ്പോൾ കയറ്റുമതിയിൽ ഇടിവും നേരിട്ടു. വ്യവസായ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 2023 ഫെബ്രുവരിയിലെ $3.6 ബില്യൺ താരതമ്യം ചെയ്യുമ്പോൾ 2024 ഫെബ്രുവരി മാസത്തിൽ 11.26% ഇടിഞ്ഞ് $3.19 ബില്യൺ കുറഞ്ഞിരുന്നു.